സ്നേഹാവസ് ആണ്. നമ്മുടെ ഓണം എക്സാം ഒക്കെ ഇത് അടുക്കാറായിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൻ്റെതായ ടെൻഷനിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും മക്കള്. നമ്മുടെ രൂരു എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ, ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ മിസ് പരിചയപ്പെടുത്താം. അതായത് അമ്മയെയും കുഞ്ഞിനെയും നിങ്ങൾക്ക് എന്താണ് മാത്സ് ദ ഫോളോയിങ് പോലെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ കങ്കാരുടെ കുട്ടിക്ക് നമ്മൾ എന്താ പറയുന്നത്, ജോയ്സ് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അല്ലെ. അതെന്തായാലും ഷുവർ ആയിട്ട് നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ്, എക്സാമിന് ഇത് ചോദിക്കും. അപ്പൊ നോക്കി, കങ്കാരുടെ കുട്ടിക്ക് നമ്മൾ എന്ത് പറയുന്നു, ജോയ്സ് എന്നാണ് പറയുന്നത്, നമുക്കൊക്കെ അറിയാം. അതേപോലെ തന്നെ കുത്ത, ഡോഗിന്റെ കുട്ടിക്ക് നമ്മൾ എന്താ പറയാ, പില്ല എന്നാണ് നമ്മൾ പറയാറ് അല്ലെ. അപ്പൊ ആളുടെ പേരും പില്ല എന്ന് മാത്രം പഠിച്ചാൽ പോരാ, കുത്ത എന്നും പഠിക്കണം. കുത്തയുടെ കുട്ടി ആരാണോ, പില്ലയാണോ എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെ മുർഗി, മുർഗി എന്ന് വെച്ചാൽ കോഴിയാണ് അല്ലെ. കോഴിയുടെ കുഞ്ഞിന് നമ്മൾ എന്താ പറയുന്നത്, ചൂസ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും കൂടാതെ എഴുതി പഠിക്കണുണ്ടോ മക്കൾ ഇതൊക്കെ. മുർഗിയുടെ ചൂസയാണ്. അതേപോലെ എന്താണ്, പൂച്ചയുടെ ബില്ലിയുടെ അല്ലെ, ബില്ലിയുടെ കുട്ടീനെ നമ്മൾ എന്ത് പറയും, ബിലൗട്ട എന്നാണ് പറയുന്നത്. എന്താണ്, ബിലൗട്ട എന്നുള്ളതാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ പഠിച്ചു വെച്ചോളാം. അപ്പൊ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നന്നായിട്ട് എന്റെ മക്കള് പഠിച്ചിട്ടുണ്ടാവണം. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹിന്ദിയിൽ പഠിച്ചു തീർക്കാനുണ്ട് അല്ലെ. നമ്മുടെ ഓരോ പാഠത്തിലും ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഓണം എക്സാമിന്റെ ഒരു ടെൻഷനിലും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും മക്കൾ ഉണ്ടാവുക അല്ലെ. നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട, കാരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വജ്ര ബാച്ച് ഉള്ളത്. അപ്പൊ ഇതുവരെ വജ്ര ബാച്ചിൽ ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യണം. കാരണം എന്താണ്, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ പാഠങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യവും വ്യക്തമായിട്ട് മക്കൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല എന്താണ്, പാഠഭാഗങ്ങൾ മാത്രമല്ല, ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസും നമുക്ക് വരാൻ ചാൻസ് അല്ലേ. അപ്പൊ ആ വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾ നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ വജ്ര ബാച്ചിൽ ഒന്ന് ചേരുക. അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ വജ്ര ബാച്ചിൽ വരുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം അല്ലെ. ബൈ ബൈ.